ജാനിയാണ് രാവിലെ ഉറക്കത്തിൻ്റെ കണ്ണ് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇന്ന് വസു എല്ലാം പോയി കഴിഞ്ഞ് കുറേ താമസിച്ച് എഴുന്നേറ്റത്. ഏകദേശം ഒരു 10-10:30 മണിയായിരുന്നു ജാനി ഉണർന്നു വന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നതല്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ കുറേ സമയം ഇരുന്ന് കളിച്ച് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോയി കുറുക്കൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഇതുപോലെ ഹൈ ചെയറെ കൊണ്ട് ഇരുത്തിയിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് ഇത് ഞാൻ വായിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എൻ്റെ വായനയോ നടന്നില്ല, അവിടെ കളയെങ്കിലും നടക്കട്ടെ. ഓരോ സാധനം കൊടുക്കുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് അങ്ങ് മടുക്കും. അത് കളഞ്ഞ് പിന്നെ പുതിയ പുതിയ സാധനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അതിലിരുന്ന് ഉറങ്ങിയായിരുന്നു. ഇതിന് മുമ്പൊക്കെ നമ്മൾ ഹൈ ചെയർ ഇരുത്തുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുക. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി കിടത്തും. പെടലിയൊക്കെ കഴിക്കത്തില്ലേ. എന്തായാലും അവൾ ഉറങ്ങട്ടെ. അവൾക്ക് കൊടുക്കാനുള്ള ലഞ്ച് റെഡിയാക്കാമെന്ന് കരുതി ഇന്ന് ഞാൻ അവൾക്ക് ആദ്യമായിട്ട് ചിക്കൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ചിക്കൻ്റെ ഒരു ചെറിയ പീസ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബ്രൊക്കോലി, അതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ്. ഇതിൻ്റെ കൂടെ ചോറ് ചേർക്കുന്നില്ല. സാധാരണ ചിക്കൻ ഇല്ലാത്തപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ ചോറ് ചേർക്കാറാണ് പതിവ്. പിന്നെ അവർക്ക് വയറുവേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുക്കറെ അറഞ്ഞും പുറഞ്ഞ് ഒരു 10-15 വിസിലങ്ങ് അടിച്ചെടുത്തേ. അത്രയൊന്നും ആവശ്യമില്ല, എങ്കിലും നന്നായിട്ട് ചിക്കൻ അങ്ങ് വെന്തോട്ടെന്ന് കരുതിയാണ്. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ കൊച്ചു കഴിക്കുന്ന പരുവത്തിന് അരച്ചെടുക്കാം. ഇവിടെ ജാനിക്ക് നന്നായിട്ട് അരച്ച് വേണം, അതുകൊണ്ട് ഞാൻ നല്ലപോലെ അരച്ചാണ് കൊടുത്തത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു, കുറച്ചൊക്കെ കഴിച്ചു. പക്ഷെ കഴിക്കുന്ന പിള്ളേർക്കാണ് ഇത് അടിപൊളി ഒരു ഫുഡാണ്. അപ്പം ശരി, നാളെ കാണാൻ, ടാറ്റ.